പപ്പ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ ബൊക്കെ ഒന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുതരാൻ പറ്റുമോ? നമ്മൾ പാടത്തേക്കൊക്കെ പോകുന്ന അതന്നെ ബൊക്കെ. ഞാൻ പറഞ്ഞു പോട്ടില്ല. അതൊരു 8 വർഷമായി പരിചയപ്പെട്ടിട്ട്. സ്നേഹം കൊണ്ടാട്ടോ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സംഭവമായിരിക്കും ഇതായത്. ഓൾമോസ്റ്റ് ഒരു 8 വർഷമായി അത് പരിചയപ്പെടുക. 7 പോയിന്റ് സംതിങ്. പള്ളിയിൽ ഒരു കല്യാണം കൂടാണ്ടി വന്ന, വിളിക്കാത്ത കല്യാണം കൂടാൻ വന്ന, അങ്ങനെ വേണം പറയാം. പള്ളിയിൽ എനിക്കൊരു അനിയത്തി കൊച്ചിന് ഉള്ളൊരു കൊച്ചുണ്ടായിരുന്നു. ഇവളുടെ കസിൻ മമ്മി പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? അവളെ ചേച്ചിയാണ്, അവളെ കസിൻ സിസ്റ്ററാണ്. സോ അങ്ങനെ ബേസിലാണ് നമ്മൾ കമ്പനി ആവുന്നത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഒന്നും ഞാനല്ല ഓപ്പൺ ചെയ്തത്. അത് ആക്ച്വലി എന്റെ കസിൻ സിസ്റ്റർ എന്നെ ഓപ്പൺ ചെയ്തത്. എനിക്ക് ഇൻസ്റ്റ ഉണ്ടായിട്ടില്ലായിരുന്നു. സഞ്ജയ് എന്റെ കസിൻ സിസ്റ്ററോട് പറഞ്ഞു, നോയലാണ് അവള് പേര്. അപ്പൊ നോയലേനോട് പറഞ്ഞിട്ട് അവൾ എന്റെ ഫോണിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം നമ്മളെന്തോ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അല്ലാണ്ട് ഇവനോട് ചാറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല. സഞ്ജയ് പറഞ്ഞിട്ട് അങ്ങനെ സമയത്ത് ഉണ്ടായിരുന്നു. എന്തായാലും എന്താ അന്നൊരു ഹായ് അയച്ചതാ ഇവിടെ കിടക്കുന്നു. നല്ല ഭംഗിയായിരുന്നു. നല്ല അതേ സുയിപ്പാക്കിട്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് അമ്മ, ഹസ്ബൻഡ്, മദറിന് ആൺകുട്ടികളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പറയാനുള്ളത് അലീനയെ പറ്റിയാണ്. ഞങ്ങൾ ചിന്നു എന്ന് അവളെ വിളിക്കുന്നത് ചെറുപ്പം മുതലേ. ഞങ്ങളുടെ പെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മൂൻ്റെയാണ് പെറ്റ് അവള്. ചിന്നുവിൻ്റെ ഓർമ്മകളിൽ പറഞ്ഞു വരുമ്പോൾ വളരെ ക്വയറ്റായിരുന്നു. വളരെ ചാമിങ് ആയിരുന്നു ചെറുപ്പം മുതലേ. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. സ്കൂളിൽ പോകാനായാലും ശരി, പഠിക്കുന്ന കാര്യത്തിലായാലും ഒരിക്കലും അവളെ ഒരു കാര്യത്തിലും കമ്പൽ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അന്നേ പറയാം, എനിക്ക് കാണുന്നില്ല, എനിക്ക് ഫസ്റ്റ് ലുക്ക് പള്ളിയിൽ നിന്ന് കണ്ടാൽ മതി. ആളെന്നിട്ട് എന്നെ കാണിച്ചു തരാൻ ഞാൻ നോക്കി. ഞാനും അവളോട് ഡ്രസ്സ് ഒന്നുകൂടി ഇട്ട് നോക്കാനായിട്ട് ലാസ്റ്റ് പോയതും ഞാനും അവളും കൂടിയാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പുറത്ത് മാറിയിരുന്നു. എനിക്ക് കാണണ്ട, എനിക്ക് ഫസ്റ്റ് ലുക്ക് പള്ളിയിൽ നിന്ന് കണ്ടാൽ മതി. ഓ സീരിയസ്ലി ഇറ്റ് വാസ് ദ ബെസ്റ്റ് മൊമെന്റ്. എൻ്റെ ഹോസ്റ്റലിലായിരുന്നു, ഞാൻ പഠിക്കുന്നതായിരുന്നു. അപ്പം പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനെ വേറെ റോങ് ആയിട്ട് എടുക്കരുത്, അങ്ങനെയൊക്കെ തുടങ്ങി സ്റ്റാർട്ട്. അപ്പം എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഓൾറെഡി എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു, പക്ഷെ എനിക്കിനി പുറത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ വെച്ച സംഭവമാണ്, പുറത്തോട്ട് എടുക്കണ്ട എന്നുള്ള രീതിയിൽ. ലാസ്റ്റ് പറഞ്ഞു, നീ ഇങ്ങനെ പറ്റൂല, എനിക്ക് നീ ഇപ്പം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്ത് അങ്ങ് പോയി. പിന്നെ പിറ്റേന്ന് വിളിച്ചപ്പോഴത്തേക്കും ഐ വാസ് ലൈക്ക് ഓക്കെ, അങ്ങനെ ഓക്കെ ആയതാണ്. പിന്നെ അത് ഗ്രാജുവലി ആ ഒരു റിലേഷൻ എന്നുള്ള രീതിയിലേക്ക് നല്ലൊരു ബ്രദറാണ്, നല്ലൊരു സണ്ണാണ്, എനിക്ക് നല്ലൊരു ഹസ്ബൻഡാണ്, നല്ലൊരു സണ്ണിൻലോ ആണ്, എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ബെസ്റ്റ് ബ്രദറാണ്. ആള് പറഞ്ഞത് ഭയങ്കര കംഫർട്ടാണ്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാൻ പണ്ട് മുതൽ അറിയുന്നതിനെ കൊണ്ടുള്ളൊരു ഇതാണ്. ഫസ്റ്റ് നമ്മളൊരു അറേഞ്ച് മാരേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി വീട്ടുകാരെല്ലാവരും കണ്ടുപിടിച്ച് ഇതാക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. നമ്മൾ
പണ്ട് മുതലേ എനിക്കറിയാം, ഭയങ്കര ഫ്രണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഈ റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. സോ അത് ഓക്കെ ആണെന്ന് തോന്നിയതിനെ കൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്തത്. സോ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. wishing you all the best.